ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളാണ് ഈ ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കറികൾ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ ചാനലിൽ വീഡിയോ ഇടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കൂർക്ക കറി വെക്കാനായിട്ട് കൂർക്ക നമ്മളെടുത്ത് തൊലിയൊക്കെ ചീകി കറക്റ്റ് ചെയ്ത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഇനി വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം പറ്റിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം, എന്നിട്ട് കാണാം. നമ്മളിവിടെ ചെറിയ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2 വിസിലാണ് കേൾപ്പിക്കാൻ പോണത്. നമ്മൾ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കൂർക്ക വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഇതായി പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 വിസിലെന്ന്. അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം. അപ്പം നമ്മൾ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ അത് ഒരല്പം കുറച്ച് ചേർക്കുക. നമ്മളിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ കറി വെക്കുന്ന ഒരു ഇറച്ചിക്കറിയുടെ ഒരു സ്റ്റൈലിലുള്ളൊരു കറിയാണേ. അപ്പോൾ അതുകൊണ്ട് മസാലകളൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഗരം മസാല 1/4 ടീസ്പൂൺ ചേർക്കാം. പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. തീ ഈ സമയത്തൊന്ന് കുറച്ച് വേണം ഇടാനായിട്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൂർക്ക വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂർക്കയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഒരല്പം കൂടി ഉപ്പ് ഞങ്ങളിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് ഈ കൂർക്കയിലേക്കൊക്കെ പിടിക്കാൻ, അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരാനായിട്ട് നമ്മൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള കൂർക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പം ഏകദേശം ഇതിൻ്റെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും 1 മാസം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും സർവ്വസാധാരണമായിട്ട് ഇത് വേണ്ടത് കിട്ടും. 100 രൂപയൊക്കെ ആയിരുന്നു. അത് നമ്മളുടെ അങ്കമാലി സൈഡിലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ കാലുമേ കറയാവും എന്നൊക്കെ മടിയുള്ളവർക്ക് ചവിട്ടിയെടുക്കാൻ എളുപ്പം. പിന്നെ കൈക്ക് ചിരണ്ടുമ്പോൾ കൈമ കറയാവും എന്നൊക്കെ വിചാരിച്ച് ചെയ്യാത്തവർക്ക് ക്ലീൻ ചെയ്ത സാധനം നമ്മൾ ജസ്റ്റ് അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെയുള്ള കണ്ടീഷനിൽ വരെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്, അങ്കമാലിലൊക്കെ കിട്ടും. ഇത് നമുക്ക് ശരിക്കും ക്ലീനാക്കി എടുക്കാനെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കൈക്ക് ചിരണ്ടണ്ട. നമ്മളിത് ഇപ്പോൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്കില്ലേ, അങ്ങനത്തെ ചാക്കിലിട്ടിട്ട് നമ്മൾ കാലും കൊണ്ട് കുറച്ച് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരിയിടാം. അതിന് ശേഷം ഇത് ചാക്കിലിട്ടുകൊണ്ട് നമ്മൾ ചാക്കിൻ്റെ പുറത്ത് കാലും കൊണ്ട് ശരിക്കും ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിസാര സമയം കൊണ്ട് അത് ക്ലീനായി കിട്ടും. പിന്നെ അതിൻ്റെ താടിയും രോമമൊക്കെ എന്നുള്ള കണ്ടീഷനിൽ കുറച്ച് നീണ്ടതൊക്കെ ഉണ്ടാവും, വേരുകളൊക്കെ. അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതെല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ ഇറച്ചിയും കൂർക്കയും അതൊരു വിശേഷപ്പെട്ട ടേസ്റ്റോട് കൂടിയ സംഭവമാണ്. അതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്.